Welcome to I for Education. Today we are going to analyze Kerala set syllabus. We are going to analyze each and every module of the syllabus. We will have to go through around 120 modules in 6 units. So we will have a quick analysis for each and every module within 6 units. Okay. As I have told you, we have to cover 6 units in the syllabus, and there are 20 modules within each unit, and total we will have 120 modules to cover for the examination. So when we come to the 6 units, the first unit covers Chaucer's age to transition age. ചോസറിൻ്റെ ഏജ് മുതൽ റൊമാൻറ്റിക് ഏജിൻ്റെ തൊട്ട് മുൻപുള്ള ട്രാൻസിഷൻ ഏജ് വരെയുള്ള ലിറ്ററേച്ചറിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്യാനുള്ളത്. ദെൻ സെക്കൻഡ് യൂണിറ്റ് വി ഹാവ് ടു കവർ റൊമാൻറ്റിസിസം ടു വിക്ടോറിയൻ ഏജ്. റൊമാൻറ്റിക് പീരീഡ് മുതൽ വിക്ടോറിയൻ ഏജ് വരെയുള്ള പീരീഡാണ്. ആൻഡ് തേർഡ് യൂണിറ്റിൽ നമുക്ക് 20th സെഞ്ച്വറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ടു കണ്ടംപററി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ഈ ഒരു ഇതിനിടയിലുള്ള, അതായത് 1900 മുതൽ 2000 വരെയുള്ള ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഹിസ്റ്ററിയാണ് നമുക്ക് യൂണിറ്റ് 3യിൽ വരുന്നത്. ദെൻ യൂണിറ്റ് 4 we have to cover American, Indian and new literatures in English, and in unit 5 we have to cover history and structure of English and English language teaching, and in unit 6 we have to cover the most important area, literary theory and criticism. So we can look into the detailed analysis of each and every unit. The first unit is, as I told you, which start from Chaucer's age to transition age. So the first module is Chaucer's age, and the age is ചോസറുടെ ഏജിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ ചോസറുടെ കണ്ടംപററീസിൽ പ്രധാനമായിട്ട് വരുന്നത് വില്യം ലാംഗ്ലാൻഡ്, ജോൺ ഗോവർ. അതേപോലെ ചോസറിൻ്റെ ഒരു വർക്ക് കൂടി നമുക്ക് സിലബസിൽ വരുന്നുണ്ട്, പ്രൊലോഗ് ടു കാൻറ്റർബറി ടെയിൽസ്. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. വെൻ ഇറ്റ് കംസ് ടു സെക്കൻഡ് മൊഡ്യൂൾ, ഏർലി റിനൈസൻസ് ഇൻ ഇംഗ്ലണ്ട്, ആ ഒരു പീരീഡാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്ന ഫിഗേഴ്സ് ഒന്ന് കാക്സ്റ്റൺ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രിൻറ്റിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതേപോലെ തോമസ് മെലോറി, അതേപോലെ സോങ്സ് ആൻഡ് ബല്ലാഡ്സ്, ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇൻ ദാറ്റ് പീരീഡ് ഈസ് തോമസ് മോസ് യൂട്ടോപ്പിയ. And the third module we have to cover late Renaissance England, especially Wyatt and Surrey's and their sonnet, and the beginning of English sonnet tradition. And one of the most important work in that period is Spenser's Prothalomion and Spenserian sonnet. One of the most important work in that period is Spenser's Prothalomion and Spenserian sonnet. Module 4 ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് പ്രോസ് ആണ് പഠിക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വർക്ക് സിഡ്നിയുടെ അപ്പോളജി ഫോർ പോയട്രി ആണ്. അതേപോലെ ബേക്കണിൻ്റെ എസ്സേകൾ പഠിക്കാനുണ്ടാവും. അതേപോലെ നോൺ ലിറ്റററി ഫിഗേഴ്സ് ആയിട്ടുള്ള ഹോബ്സ്, തോമസ് ബ്രൗൺ, ഇവരെ കൂടി പഠിക്കാനുണ്ടാവും. ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൊഡ്യൂൾ 4 ഈസ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. മാർലോ, റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ്, ലിലി, പീൽ, ലോർഡ്സ്, ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ടാവും. When it comes to module 5, which is the period of the rise of English drama, and we have to study mystery and miracle plays, morality plays and interludes, Gorboduc and Ralph Royster Doyster. Gorboduc is considered as the first tragedy in English literature, which is written by Ralph Royster Doyster. And in the 6th module we have to cover revenge tragedy, especially the prominent figure in that module is Thomas Kidd and Christopher Marlowe. മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് എന്ന നാടകം ഇതിൽ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ അക്കാലത്തെ നാടകങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിച്ചിട്ടുള്ള ബ്ലാങ്ക് വേഴ്സ് എന്താണെന്ന് പഠിക്കണം. ജോൺ വെബ്സ്റ്ററിൻ്റെ നാടകങ്ങൾ പഠിക്കാനുണ്ട്. ബെൻ ജോൺസൺ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റായ കോമഡി ഓഫ് ഹ്യൂമേഴ്സ്. ഇതാണ് മൊഡ്യൂൾ 6ൽ കവർ ചെയ്യാനുള്ളത്. മൊഡ്യൂൾ 7 എത്തുമ്പോഴേക്ക് നമുക്ക് കവർ ചെയ്യാനുള്ളത് എലിസബത്തൻ തിയേറ്റർ ആണ്. എലിസബത്തൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ എലിസബത്തൻ തിയേറ്ററിൻ്റെ സ്റ്റേജ്, ഓഡിയൻസ്, അതേപോലെ വ്യത്യസ്ത പ്ലേ റൈറ്റ്സിന് ആരൊക്കെയാണ് പാട്രണേജ് നൽകിയത്, അതേപോലെ ലണ്ടൻ തിയേറ്റേഴ്സ്, ഏതൊക്കെ തിയേറ്ററുകളായിരുന്നു അക്കാലത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നത്, അതേപോലെ നാടകത്തിൽ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ എന്തൊക്കെ, ഇതൊക്കെയാണ് മൊഡ്യൂൾ 7ൽ കവർ ചെയ്യാനുള്ളത്.
മൊഡ്യൂൾ 8 ഷേക്സ്പിയറെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഷേക്സ്പിയറിയൻ കോമഡീസ്, ഷേക്സ്പിയറിയൻ ട്രാജഡീസ് ആൻഡ് ഷേക്സ്പിയറിയൻ ഹിസ്റ്ററീസ് ആൻഡ് ഷേക്സ്പിയറുടെ പ്രോബ്ലം പ്ലേസ്. ഈ ഷേക്സ്പിയറിയൻ നാടകങ്ങൾ മാത്രമാണ് മൊഡ്യൂൾ 8 പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 9 എത്തുമ്പോഴേക്ക് ഷേക്സ്പിയറിയൻ സൊണ്ണറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണം. മൊഡ്യൂൾ 10 എത്തുമ്പോൾ മെറ്റാഫിസിക്കൽ പോയട്രിയാണ് പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട മെറ്റാഫിസിക്കൽ കവികൾ ആരൊക്കെയാണ്? ജോൺ ഡണ്ടെ ദി കാനോണൈസേഷൻ പോയം പ്രത്യേകമായിട്ടെടുത്ത് പഠിക്കാനുണ്ട്. അതേപോലെ മെറ്റാഫിസിക്കൽ പോയട്രിയിലെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായ മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്താണെന്ന് പഠിക്കേണ്ടതുണ്ട്. Then when we come to module 11, it is which deals with the Puritan period of England. Puritan ഏജിലെ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ പഠിക്കണം. അക്കാലത്തെ ഭരണാധികാരിയായിട്ടുള്ള ഒലിവർ ക്രോംവെലിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ ജോൺ ബുനിയൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന നോവൽ സിലബസിൽ പഠിക്കാനുണ്ട്. Then in module 12, we have to focus on Milton and his work Paradise Lost, book 1, and his short poem Lycidas, and his sonnets, prose, pamphlets, etc. And in module 13, we have to focus on Restoration drama, Comedy of Manners, Congreve, Wycherley എന്നീ റൈറ്റേഴ്സിനെ, ഡ്രാമാറ്റിസ്റ്റിനെ പഠിക്കാനുണ്ട്. Then when it comes to module 14, it is here we have to cover the neoclassical age, the socio-political background of neoclassical age. And in module 15, we have to cover the heroic drama and anti-sentimental comedy, Sheridan, Goldsmith എന്നീ റൈറ്റേഴ്സ്. സോ ഇത്രയുമാണ് മൊഡ്യൂൾ 15 Then module 16, we have to cover popular prose writings. അക്കാലത്ത് പ്രോസ് റൈറ്റിങ്ങിൻ്റെ തുടക്കമുള്ള കാലഘട്ടമാണ് ഈ റെസ്റ്റോറേഷൻ പീരീഡിൻ്റെ ഈ ഒരു സമയം. അതിലേറ്റവും പ്രധാനമായിട്ട് സാമുവൽ പെപ്പി എഴുതിയ ഡയറി എന്താണെന്ന് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ പീരിയോഡിക്കൽ എസ്സേസ് പഠിക്കണം. ജോസഫ് അഡിസൺ, റിച്ചാർഡ് സ്റ്റീൽ, ദീസ് ആർ ദി 2 prominent figures in periodical essays, and അവരുടെ പ്രധാനപ്പെട്ട 2 ജേർണലുകളുണ്ട്, ടാറ്റ്ലർ, സ്പെക്ടേറ്റർ. And one of the other prominent feature in this particular period is the emergence of public sphere, which means കോഫി ഹൗസസും ക്ലബ്ബുകളും ഒക്കെ ഒരുപാട് ഇംഗ്ലീഷ് സൊസൈറ്റിയിൽ പോപ്പുലറായ സമയമാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ടാവും. മൊഡ്യൂൾ 17 നമുക്ക് ഡ്രൈഡനെയും ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, ഈ 2 റൈറ്റേഴ്സിനെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാനുള്ളത്. അവരുടെ മോക്ക് ഹീറോയിക് ആൻഡ് മോക്ക് എപ്പിക് വർക്കുകളുണ്ട്. ഡ്രൈഡൻ്റെ മാക് ഫ്ലക്നോ പ്രത്യേകമായിട്ട് തന്നെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ഇത് പ്രത്യേകമായിട്ട് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിൽ പഠിക്കാനുണ്ട്. Module 18, we have to focus on another important 2 figures. One is Dr. Samuel Johnson, who introduced dictionary in English language, and the other prominent figure is Jonathan Swift. He is one of the prominent satirists at that point of time. And ലിറ്റററി ഫിഗേഴ്സ് അല്ലാത്ത മറ്റ് 2 പ്രധാനപ്പെട്ട ആളുകളെ കൂടി സിലബസിൽ പറയുന്നുണ്ട്. ഒരാൾ എഡ്മണ്ട് ബർഗ് ആണ്, മറ്റേയാൾ ജോൺ ലോക്ക് ആണ്. In module 19, we have to focus on the rise of the novel. It was the period of rise of the novel in English literature. ആദ്യകാലത്തെ പ്രധാനപ്പെട്ട നോവൽ എഴുത്തുകാർ ആരൊക്കെയെന്ന് പഠിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ ഡാനിയൽ ഡിഫോ ആണ്. മറ്റൊരാൾ സാമുവൽ റിച്ചാർഡ്സൺ ആണ്. One of the main features of their novel is they wrote epistolary novels. And Tobias Smollett, Henry Fielding, ഇവരുടെ നോവലുകൾ പഠിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട അക്കാലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് പിക്കറസ്ക് നോവൽ. ഇതും മൊഡ്യൂൾ 19 നമുക്ക് കവർ ചെയ്യാനുണ്ട്. Then in module 20, we have to focus on transition poetry, especially Thomas Gray's An Elegy Written in a Country Churchyard. And another popular figure in that period is William Collins. And there are 3 others romantic poets as well: William Cooper, Robert Burns, and William Blake. ഇത്രയുമാണ് യൂണിറ്റ് 1 നമുക്ക് കവർ ചെയ്യാനുള്ള 20 മൊഡ്യൂളുകൾ. So now we can go to unit 2. Unit 2 begins with the romantic age, and module 1 നമുക്ക് പഠിക്കാനുള്ളത് beginning of romanticism ആണ്. ഫ്രഞ്ച് റെവല്യൂഷൻ, റിട്ടേൺ ടു നേച്ചർ, സബ്ജക്റ്റിവിറ്റി, ലാംഗ്വേജ്, ഇതൊക്കെ റൊമാൻറ്റിസിസത്തിൻ്റെ തിയറിയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്.
In module 2, we have to focus on preface to lyrical ballads. William Wordsworth and Coleridge written the collection of poems called lyrical ballads, and Wordsworth wrote that preface to lyrical ballads, and we have to specifically focus on the preface to the lyrical ballads. And in module 3, we have to focus on early romantics. There are two prominent figures as early romantic poets. One is Wordsworth and the second one is Coleridge. And in module 4, we have to focus on later romantics, especially Lord Byron, P.B. Shelley and John Keats. In module 5, we have to focus another major genre in romantic period, which is Gothic novel. And Mary Shelley is one of the prominent figure in Gothic novel, and another prominent figure is Horace Walpole. And in module 6, we have to focus on historical novels. Walter Scott is the prominent figure in historical novel. And another major genre in that period is domestic novel. And a prominent example for domestic novel is Jane Austen's works. So in module 7, we have to focus on prose, Charles Lamb's essays and Hazlitt's essays. And another prominent figure in that period is De Quincey. We have to focus on all these prose writers. In module 8, we have to focus on early feminist writings, especially Mary Wollstonecraft's essays, A Vindication of, especially we have to focus on Mary Wollstonecraft's essay, A Vindication of the Rights of Women. In module 9, we have to focus on beginnings of the Victorian age and its socio-political background and the Great Victorian Compromise. വിക്ടോറിയൻ കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ട്രഡീഷൻസ് ഉണ്ട്. ഒന്ന്, കാൾ മാർക്സ് പോലെയുള്ള ചിന്തകർ വരുന്നു. അതേസമയം തന്നെ മറുഭാഗത്ത് വിക്ടോറിയൻ സൊസൈറ്റിയുടെ വളരെ ഡിസിപ്ലിൻഡ് ആയ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. സോ ഇതിനിടയിൽ എങ്ങനെയാണ് വിക്ടോറിയൻ സൊസൈറ്റിയുടെ ഒരു കോംപ്രമൈസ് ഉണ്ടായത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്, ആ ഒരു വിക്ടോറിയൻ ഡിസിപ്ലിനറി പ്രാക്ടീസും തമ്മിലുള്ള കോൺട്രഡിക്ഷൻ എങ്ങനെ, ഈ കാര്യങ്ങളാണ് മൊഡ്യൂൾ 9 ഫോക്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 10 again we have to focus on Victorian poetry. Tennyson, Browning, Arnold are the major figures in Victorian poetry, and one of the major poetical technique is popularized in this time, which is dramatic monologue, which is also in our syllabus. And in module 11, we have to focus on pre-Raphaelites, especially the figures like D.G. Rossetti, Swinburne, William Morris. And in module 12, we have to focus on aestheticism, especially the figures like Walter Pater and the poetic literary movement like art for art's sake. There are two kinds of movements at that point of time. One argues for art's sake, others argue for art for life's sake. So we have to focus on all these things in module 12. And in module 13, it focuses on Victorian prose, especially figures like Carlyle, Arnold, and we have to focus on religious prose as well. അർണോൾഡിൻ്റെ ലിറ്റററി ക്രിറ്റിസിസം ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് മൊഡ്യൂൾ 13. മൊഡ്യൂൾ 14 എത്തുമ്പോഴേക്ക് വിക്ടോറിയൻ പീരീഡിലെ ബയോഗ്രഫീസും ഓട്ടോബയോഗ്രഫീസുമാണ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട റൈറ്റേഴ്സാണ് ജോൺ റസ്കിൻ, മറ്റൊരാൾ ലിറ്റൺ സ്ട്രാച്ചി, അതേപോലെ ലെസ്ലി സ്റ്റീഫൻ. ഈ 3 പ്രധാനപ്പെട്ട റൈറ്റേഴ്സിനെയാണ് വിക്ടോറിയൻ ബയോഗ്രഫിയുടെ ഭാഗമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് മൊഡ്യൂൾ 14. When it comes to module 15, we have to focus on Victorian novel, especially the novels of Charles Dickens. Charles Dickens തന്നെയാണ് വിക്ടോറിയൻ നോവൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗർ. ചാൾസ് ഡിക്കൻസിൻ്റെ എല്ലാ നോവലും പ്രത്യേകമായിട്ട് മൊഡ്യൂൾ 15 ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ എങ്ങനെയാണ് വിക്ടോറിയൻ പീരീഡിലെ ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെയാണ് അക്കാലത്തെ എഴുത്തുകളെ സ്വാധീനിച്ചത് എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കണം. മൊഡ്യൂൾ 16 എത്തുമ്പോഴേക്ക് തോമസ് ഹാർഡിയുടെ നോവലുകളാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. വെസെക്സ് എന്ന ഫിക്ഷണൽ ടൗണിനെ പ്രമേയമാക്കി ഹാർഡി എഴുതിയിട്ടുള്ള ഒരുപാട് നോവലുകളുണ്ട്. അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് മൊഡ്യൂൾ 16. അതേപോലെ മൊഡ്യൂൾ 17 എത്തുമ്പോഴേക്ക് വിക്ടോറിയൻ വിമൻ നോവലിസ്റ്റുകളെയാണ് ഫോക്കസ് ചെയ്യാനുള്ളത്. എസ്പെഷ്യലി ദർ ആർ ബ്രോണ്ടെ സിസ്റ്റേഴ്സ്, എമിലി ബ്രോണ്ടെ, ആൻ ബ്രോണ്ടെ ആൻഡ് എലിസബത്ത് ബ്രോണ്ടെ. ഈ 3 സിസ്റ്റേഴ്സും അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളും പഠിക്കാനുണ്ടാവും. അതേപോലെ ജോർജ് എലിയട്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിക്ടോറിയൻ നോവൽ
ജോണറാണ് റിയലിസ്റ്റിക് നോവൽസ്. അതിൽ വില്യം മെക്പീസ് താക്കറെ, ജോർജ് മെറിഡിത്ത്, ആർ.എൽ. സ്റ്റീവൻസൺ ഈ 3 പ്രധാനപ്പെട്ട ആളുകളും അവരുടെ വർക്കുകളും നമുക്ക് പഠിക്കാനുണ്ടാവും. We have to study Victorian drama in module 18, especially comedy of manners and figures like Oscar Wilde. And one of the most important figure in module 18 is Bernard Shaw. ബെർണാഡ് ഷായുടെ എല്ലാ ഡ്രാമയും സെറ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്. അതേപോലെ ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യം ബെർണാഡ് ഷായുടെ നാടകത്തിൽ നിന്നുണ്ടാവും. മൊഡ്യൂൾ 19 ഈ ട്രാൻസിഷൻ പീരീഡാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കാനുള്ള ഒരു കാര്യം ഹോപ്കിൻസിൻ്റെ പോയട്രിയാണ്. അദ്ദേഹത്തിൻ്റെ സ്പ്രങ് റിതം എന്താണെന്ന് പഠിക്കണം. പ്രത്യേകിച്ചൊരു പർട്ടിക്കുലറായിട്ടൊരു പോയം എടുത്ത് പറയുന്നുണ്ട്, വിതോവർ. ഇതാണ് മൊഡ്യൂൾ 18 പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 20 എത്തുമ്പോൾ വിക്ടോറിയൻ ഏജ് ആൻഡ് കൊളോണിയൽ എൻ്റർപ്രൈസ് ഇതാണ്. അതിൽ നോൺ ലിറ്ററി വർക്ക്സ് ആണ് പ്രധാനമായിട്ടും. ലോർഡ് മെക്കാളയുടെ മിനുട്ട് പഠിക്കാനുണ്ട്. അതേപോലെ അർണോൾഡിൻ്റെ കൾച്ചർ ആൻഡ് അനാർക്കി എന്ന എസ്സേ പഠിക്കാനുണ്ട്. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കവിതയും നോവലും ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് യൂണിറ്റ് 2 ഉള്ളത്. നമുക്ക് യൂണിറ്റ് 3 പോകാം. യൂണിറ്റ് 3 നമുക്ക് കവർ ചെയ്യാനുള്ളത് 20th സെഞ്ച്വറി കണ്ടംപററി ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. മൊഡ്യൂൾ 1 വേൾഡ് വാർ 1 മുതൽ ഉള്ള പീരീഡ്, ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ലിറ്റററി വർക്കുകളാണ് കവർ ചെയ്യാനുള്ളത്. പ്രത്യേകിച്ചും ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഈ പീരീഡിന് അറിയപ്പെടുന്നത് എഡ്വേർഡിയൻ പീരീഡ് എന്നാണ്. ഈ പീരീഡിലെ പ്രധാനപ്പെട്ട ലിറ്ററി ഇവൻസുകൾ, അതേപോലെ ലിറ്റററി ഫിഗേഴ്സ്, ലിറ്റററി വർക്ക്സ് ഇതെല്ലാം കവർ ചെയ്യണം. മൊഡ്യൂൾ 2 വാർ പോയറ്റ്സിനെ പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ട 3 ഫിഗേഴ്സ് ഉണ്ട്. റൂപ്പർട്ട് ബ്രൂക്ക്, വിൽഫ്രഡ് ഓവൻ, സിഗ്ഫ്രീഡ് സസൂൺ. ഈ 3 പേരെ കുറിച്ച് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 3 പിങ്ക് പോയറ്റ്സ് ആണ്. W.H. ഓഡൻ, C.D. ലൂയിസ്, സ്റ്റീഫൻ സ്പെൻഡർ, ലൂയി മക്നീഷ്. ഈ 3 പിങ്ക് പോയറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 4 അവൻഗാർഡ് റൈറ്റിങ്സ് ആണ്. സിംബളിസ്റ്റ് മൂവ്മെൻറ്റ് പഠിക്കണം. സിംബളിസ്റ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് പഠിക്കണം. അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം. അതേപോലെ അതിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് പഠിക്കണം. അതേപോലെ W.B. ഈറ്റ്സ് ഈ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഒരു ഫിഗറാണ്. സർറിയലിസം, ഡിലൻ തോമസിൻ്റെ കവിതകൾ, ഇതൊക്കെ മൊഡ്യൂൾ 4 വരുന്നുണ്ട്. മൊഡ്യൂൾ 5 എത്തുമ്പോൾ നമുക്ക് മോഡേണിസ്റ്റ് പോയട്രിയാണ്. പ്രധാനമായിട്ടും 2 മോഡേണിസ്റ്റ് പോയറ്റുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്, T.S. എലിയട്ടും എസ്ര പൗണ്ടും. മൊഡ്യൂൾ 6 വേഴ്സ് ഡ്രാമയാണ്. വേഴ്സ് ഡ്രാമ എഴുതിയ പ്രധാനപ്പെട്ട 2 ആൾക്കാരുണ്ട്, T.S. എലിയട്ടും ക്രിസ്റ്റഫർ ഫ്രൈയും. മൊഡ്യൂൾ 7 വേൾഡ് വാർ 2 ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ മാത്താണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ലിറ്റററി മൂവ്മെൻറ്റ്സ്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ഫിഗേഴ്സ് ഉണ്ട്, ഫിലിപ്പ് ലാർക്കിങ് ആൻഡ് ടോം ഗൺ. അതേപോലെ ഇവരുടെ മൂവ്മെൻറ്റ് പോയട്രി എന്താണെന്ന് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 8 ടെഡ് ഹ്യൂസ്, സീമസ് ഹീനി, ആൻഡ്രി മോഷൻ ഈ 3 പ്രധാനപ്പെട്ട ലിറ്റററി ഫിഗേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണം. മൊഡ്യൂൾ 9 പ്രോസ് ആണ്. വീണ്ടും നമ്മൾ വി ആർ അഗെയിൻ കമ്മിങ് ബാക്ക് ടു പ്രോസ്. G.K. ചെസ്റ്റർട്ടൺ, മാക്സ് ബീർബോം, ബെർട്രാൻഡ് റസൽ ഇവരുടെ പ്രോസ് വർക്കുകളാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 10 20th സെഞ്ച്വറി നോവൽസ് ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ഫിഗേഴ്സ്, ഒന്ന് വിർജീനിയ വുൾഫാണ്, മറ്റേയാൾ ജോസഫ് കോൺറാഡാണ്. മൊഡ്യൂൾ 11 ഏർലി മോഡേണിസം പഠിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫിഗർ D.H. ലോറൻസ് ആണ്. അയാളുടെ സൈക്കോളജിക്കൽ നോവൽ എന്താണെന്ന് പഠിക്കണം. മൊഡ്യൂൾ 12 സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് പഠിക്കണം. ജെയിംസ് ജോയ്സും വിർജീനിയ വുൾഫും ആണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് നോവലുകളിൽ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്തത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ആസ് എ ലിറ്റററി കൺസെപ്റ്റ് ഇൻ ഡെപ്ത് അനാലിസിസ് ആവശ്യപ്പെടുന്നുണ്ട് സെറ്റിൻ്റെ സിലബസ്. മൊഡ്യൂൾ 13 മറ്റൊരു പ്രധാനപ്പെട്ട ജോണറാണ് ഡിസ്റ്റോപ്പിയൻ ലിറ്ററേച്ചർ. അതിൽ ജോർജ് ഓർവെലിൻ്റെ 1948 എന്നുള്ള നോവൽ പഠിക്കാനുണ്ട്. ആൾഡസ് ഹക്സ്ലിയുടെ നോവൽ പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 14 പോസ്റ്റ് വാർ ഫിക്ഷനാണ്. വില്യം ഗോൾഡിങ്, കിങ്സ്ലി ആമിസ്, അലൻ സുല്ലിറ്റോ ഇവരാണ് പ്രധാനപ്പെട്ട ഫിഗേഴ്സ്. മൊഡ്യൂൾ 15 ഡ്രാമയാണ്. ദി ന്യൂ ഡ്രാമ, ഇബ്സൺ ആൻഡ് ഹിസ് ഇൻഫ്ലുവൻസ് ഓഫ് ബെർണാഡ് ഷാ. In module 16, we have to focus on Irish dramatic movement, Abbey Theatre and Celtic Revival, Yeats, Synge, O.K.C. ഇവരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഫിഗേഴ്സ്. മൊഡ്യൂൾ 17, we have to focus on post-war drama, especially കിച്ചൺ സിങ്ക് ഡ്രാമ. ആംഗ്രി യങ് മെൻ മൂവ്മെൻറ്റ് എന്നുകൂടി കിച്ചൺ സിങ്ക് ഡ്രാമയെ അറിയുന്നുണ്ട്. ഈ കിച്ചൺ സിങ്ക് ഡ്രാമയാണ് മൊഡ്യൂൾ 17 പ്രധാനപ്പെട്ട ഒരു ഫോക്കൽ പോയിന്റ്. മൊഡ്യൂൾ 18 തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് ആണ് നമ്മുടെ ഫോക്കൽ പോയിന്റ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫിഗറാണ് സാമുവൽ ബക്കറ്റ്.
അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫിഗറാണ് ഹാരോൾഡ് പിൻഡർ. മൊഡ്യൂൾ 19 we have to focus on recent trends in British writing, especially Doris Lessing, Iris Murdoch. ഈ രണ്ട് ഫിഗേഴ്സിനെയാണ് മൊഡ്യൂൾ 19 നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. ഇൻ മൊഡ്യൂൾ 20 we have to focus on immigrant writing, especially ഹാനിഫ് ഖുറേഷി ആൻഡ് കുസുവോ ഇഷിഗുരോ. ഇത്രയുമാണ് യൂണിറ്റ് 3യിലുള്ളത്. ഇനി വി ക്യാൻ ഗോ ഫോർ യൂണിറ്റ് 4. യൂണിറ്റ് 4ൽ നമുക്ക് കൂടുതലായിട്ടും അമേരിക്കൻ, ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് ആണ്, അതേപോലെ ന്യൂ ലിറ്ററേച്ചർ അഥവാ പോസ്റ്റ് കൊളോണിയൽ ഫിക്ഷൻസ്, ഇതൊക്കെയാണ് യൂണിറ്റ് 4ൽ പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 1ൽ അമേരിക്കൻ ലിറ്ററേച്ചറാണ്. അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഏർലി പീരീഡ് ഓഫ് അമേരിക്കൻ ലിറ്ററേച്ചറാണ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. അതിൽ പിൽഗ്രിം ഫാദേഴ്സ്, അതായത് അമേരിക്കയിലേക്ക് ആദ്യകാലത്ത് കുടിയേറിയ ആളുകളുടെ, ആദ്യകാലത്തെ ഇമിഗ്രൻസിൻ്റെ ലിറ്ററേച്ചേഴ്സാണ്. പ്യൂരിറ്റനിസം ഇൻ അമേരിക്ക, റൊമാൻറ്റിസം ഇൻ അമേരിക്ക, ഇതൊക്കെയാണ് ഏർലി പീരീഡ് ഓഫ് അമേരിക്കൻ ലിറ്ററേച്ചറിൽ പഠിക്കാനുള്ളത്. അതിലെ 3 പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ഉണ്ട്. ഒന്ന് എമേഴ്സൺ ആണ്, മറ്റൊരാൾ തൊറോ ആണ്, മറ്റൊരാൾ ഹാത്രോൺ ആണ്. മൊഡ്യൂൾ 2ൽ 19th and 20th century അമേരിക്കൻ പോയട്രി ആണ് പഠിക്കാനുള്ളത്. വിറ്റ്മാൻ, ഡിക്കിൻസൺ, എമിലി ഡിക്കിൻസൺ, എഡ്ഗർ അലൻ പോ, ഇത്രയുമാണ് അതിലെ പ്രധാനപ്പെട്ട ഫിഗേഴ്സ്. മൊഡ്യൂൾ 3ൽ റോബർട്ട് ഫ്രോസ്റ്റ്, എസ്ര പൗണ്ട്, ഇ കുമിങ്സ്, വെല്ലീസ് സ്റ്റീവൻസൺ, റോബർട്ട് ലോവൽ, ആൻ സെക്സ്റ്റൺ, ഇത്രയും പോയിറ്റ്സിനെ നമുക്ക് മൊഡ്യൂൾ 3ൽ കവർ ചെയ്യണം. അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളും കവർ ചെയ്യണം. മൊഡ്യൂൾ 4ൽ 19th century അമേരിക്കൻ നോവൽ നമുക്ക് കവർ ചെയ്യാനുണ്ട്. എസ്പെഷ്യലി മാർട്ടിൻ, മെൽവിലെ, ഈ 2 ഫിഗേഴ്സിനെ നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാനുണ്ട്. മൊഡ്യൂൾ 5ൽ 20th century അമേരിക്കൻ നോവലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫിഗർ ഹെമിംഗ്വേ ആണ്, മറ്റൊരാൾ സ്റ്റെയിൻബെക്ക് ആണ്. ഇത്രയുമാണ് മൊഡ്യൂൾ 5ലെ പ്രധാനപ്പെട്ട 2 റൈറ്റേഴ്സ്. മൊഡ്യൂൾ 6ൽ ഹാർലം റിനൈസൻസ് എന്താണെന്ന് പഠിക്കണം. അതിലെ പ്രധാനപ്പെട്ട ആളുകൾ ആര്, അതിലെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏത്, ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. ഹാർലം റിനൈസൻസിലെ 2 പ്രധാനപ്പെട്ട ഫീമെയിൽ റൈറ്റേഴ്സ് ഉണ്ട്, ആലിസ് വാക്കർ ആൻഡ് ടോണി മോറിസൺ. മൊഡ്യൂൾ 7ൽ we have to focus on the beginnings of Indian poetry in English. അതിലൊരുപാട് പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ഉണ്ട്. ഒന്ന് സരോജിനി നായിഡു, ടാഗോർ, തോരു ദത്ത്, ശ്രീ അരബിന്ദോ, ഇവരെയൊക്കെ പഠിക്കണം. ആൻഡ് ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. In module 18 we have to cover Indian English poetry today, especially figures like Nizim Ezekiel, K.K. Daruwala, A.K. Ramanujan, Jayanta Mahapatra, Kamala Das, Arun Kolatkar, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫിഗേഴ്സാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിൽ കവർ ചെയ്യാനുള്ളത്. മൊഡ്യൂൾ 9ൽ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ഏർലി ഫേസ് ആണ്. അതിൽ രാജാ റാവു, R.K. നാരായൺ, മുൽക്ക് രാജ് ആനന്ദ്, ഈ 3 ഫിഗേഴ്സും അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളും കവർ ചെയ്യണം. അതേപോലെ പൊളിറ്റിക്കൽ നോവൽസ് എഴുതിയ കുഷൻ സിംഗും ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. മൊഡ്യൂൾ 10ൽ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ടുഡേ എന്നുള്ളതാണ്. അതിൽ നയൻതാര സെഗാൾ, അനിത ദേശായ്, ശശി ദേശ്പാണ്ഡെ, സൽമാൻ റുഷ്ദി, ജുംബ ലഹിരി, അരുന്ധതി റോയ്, ഈ പ്രധാനപ്പെട്ട ഫിഗേഴ്സൊക്കെ അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ, അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, ഇതെല്ലാം കവർ ചെയ്യണം. മൊഡ്യൂൾ 11ൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമയാണ്. അതിൽ അസിം കരീം ബോയ്, TP കൈലാസം, മഞ്ജുള പത്മനാഭൻ, ഗിരീഷ് കർണാട്, ബാദൽ സർക്കാർ, ഹരീന്ദ്രനാഥ് ചത്തോപാധ്യായ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫിഗേഴ്സിനെയൊക്കെ കവർ ചെയ്യണം. അവരുടെ പ്രധാനപ്പെട്ട നാടകങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി വെക്കണം. മൊഡ്യൂൾ 12ൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആൻഡ് കൊളോണിയലിസമാണ്. അതിലെ പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ലിയോപോൾഡ് സെങ്കോർ, അതേപോലെ ചിനുവ അച്ചബെ, വോൾസോയിങ്ക, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആഫ്രിക്കൻ റൈറ്റേഴ്സിനെയെല്ലാം ഈ മൊഡ്യൂളിൽ കവർ ചെയ്യാനുണ്ട്. മൊഡ്യൂൾ 13ൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആൻഡ് പോസ്റ്റ് കൊളോണിയലിസമാണ്. അതിലും ഇൻഗുഗി വാത്തിയാങ്കോ വരുന്നുണ്ട്, ബെൻ ഓക്രി വരുന്നുണ്ട്, ഫുഗാഡ് വരുന്നുണ്ട്. മൊഡ്യൂൾ 14ൽ കരീബിയൻ ഇൻ്റലക്ച്വൽ ട്രഡീഷനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ആമി സിസെയർ, അതേപോലെ ഫ്രാൻസ് ഫാനൻ, CLR ജെയിംസ്, ഇവരുടെ നോൺ ഫിക്ഷണൽ വർക്കുകളാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാനുണ്ടാവുക. കരീബിയൻ ലിറ്റററി ട്രഡീഷനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫിഗറാണ് VS നൈപോൾ, അതേപോലെ മറ്റൊരാൾ ജോർജ് ലാമിങ്, പിന്നെ ഡെറക് വാൽക്കോട്ട്. ഈ 3 പ്രധാനപ്പെട്ട ഫിഗേഴ്സാണ് കരീബിയൻ ലിറ്റററി ട്രഡീഷനിൽ ഫോക്കസ് ചെയ്യാനുള്ളത്. ഇൻ മൊഡ്യൂൾ 16 we have to focus on Canadian literature, its modernism and EJ Pat, റിയലിസം, ഇത്തരം കൺസെപ്റ്റുകളൊക്കെ കനേഡിയൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് പഠിക്കണം.
In module 17, we have to focus on Canadian literature and its multiculturalism, diasporic writing, Rohingyan mystery, മൈക്കൽ ഒണ്ടാജെ ഇങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ഫിഗേഴ്സിനെ പഠിക്കണം. ഇൻ മൊഡ്യൂൾ 18 വി ഹാവ് ടു ഫോക്കസ് ഓൺ ഓസ്ട്രേലിയൻ ലിറ്റററി ഹിസ്റ്ററി, എസ്പെഷ്യലി വാട്ട് ഈസ് ബുഷ് പോയട്രി, ബുഷ് പോയട്രിയുടെ കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കണം. അതേപോലെ അതിലെ പ്രധാനപ്പെട്ട രണ്ട് പോയറ്റിക്കൽ ഫിഗേഴ്സ് ഉണ്ട്. വൺ ഈസ് എഡി ഹോപ്പ് ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ജൂഡിത്ത് റൈറ്റ്. ഇൻ മൊഡ്യൂൾ 19 വി ഹാവ് ടു ഫോക്കസ് ഓൺ പാട്രിക് വൈറ്റ്, സാലി മോർഗൻ, ഈ രണ്ട് ഫിഗേഴ്സിനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇൻ മൊഡ്യൂൾ 20 വി ഹാവ് ടു ഫോക്കസ് ഓൺ സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ, എസ്പെഷ്യലി റൈറ്റേഴ്സ് ഫ്രം ശ്രീലങ്ക ആൻഡ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ നിന്ന് തസ്ലീമ നസ്രിൻ, ശ്രീലങ്കയിൽ നിന്ന് ഗുണശേഖര. ഈ രണ്ട് ഫിഗേഴ്സാണ് പ്രധാനമായിട്ടും മൊഡ്യൂൾ 20 ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇത്രയാണ് യൂണിറ്റ് 4. ഇനി യൂണിറ്റ് 5 നോക്കാം. Okay, in Unit 5, we have to focus on history and structure of English and English language teaching. പ്രധാനമായിട്ടും ലാംഗ്വേജ് ആണ് ഇതിൽ വരുന്നത്. മൊഡ്യൂൾ 1 സൗണ്ട് സിസ്റ്റം, വവൽസ് ആൻഡ് കോൺസണൻസ്. ആൻഡ് മൊഡ്യൂൾ 2 ഇംഗ്ലീഷ് ഫോണോളജി ആണ്. മൊഡ്യൂൾ 3 ഇംഗ്ലീഷ് മോർഫോളജി ആണ്. മൊഡ്യൂൾ 4 സെമാൻറ്റിക്സ് സ്ട്രക്ചർ ആണ്, ടൈപ്സ് ഓഫ് മീനിങ് ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ, ഇതൊക്കെയാണ് മൊഡ്യൂൾ 4 ഫോക്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 5 ഇന്തോ യൂറോപ്യൻ ഫാമിലി ലാംഗ്വേജസിൻ്റെ ഹിസ്റ്ററിയാണ്, പ്രത്യേകിച്ചും ഇംഗ്ലീഷിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് അതിൽ പഠിക്കേണ്ടത്. മൊഡ്യൂൾ 6 ഓൾഡ് ഇംഗ്ലീഷ് ഡയലക്ട്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബ്രീഫായിട്ട് പഠിക്കാനുണ്ടാവും. മൊഡ്യൂൾ 7 മിഡിൽ ഇംഗ്ലീഷ് പഠിക്കണം. അതിൽ ഇൻഫ്ലുവൻസ് ഓഫ് നോർമൻ ഫ്രഞ്ച്, അതായത് ഫ്രഞ്ച് ഭാഷയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വന്നത് എന്നുള്ളതാണ് മിഡിൽ ഇംഗ്ലീഷ് സംബന്ധിച്ച് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 8 ഇംഗ്ലീഷ് അറ്റ് റിനൈസൻസ് ആണ്. റിനൈസൻസ് പീരീഡിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഉണ്ടായ മാറ്റം, അഥവാ ആ സമയത്താണ് ഇംഗ്ലീഷ് ഭാഷ ഇന്ന് കാണുന്ന രൂപത്തിൽ രൂപപ്പെട്ടു വരുന്നത്. മൊഡ്യൂൾ 9 ഇംഗ്ലീഷ് ഓവർസീസ് ആണ്. അമേരിക്കൻ ഇംഗ്ലീഷും ഇന്ത്യൻ ഇംഗ്ലീഷും, ഇംഗ്ലീഷിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 10 ഇംഗ്ലീഷ് ഇൻ ദി പോസ്റ്റ് കൊളോണിയൽ വേൾഡ്, പോസ്റ്റ് കൊളോണിയൽ ഇംഗ്ലീഷാണ്. Module 11, we have to focus on approaches to language learning, especially behaviorism, cognitivism, constructivism, etc. In Module 12, we have to focus on theory of language as knowledge, language as skill, ഇത്തരം കാര്യങ്ങളാണ്. In Module 13, we have to focus on history of English teaching in India, especially Macaulay's Minute and everything. In Module 14, we have to focus on English as a second language, English as a foreign language, and English for specific purpose. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആസ്പെക്റ്റുകളാണ് പഠിക്കാനുള്ളത്. In Module 15, we have to focus on methods of language teaching. And in Module 16, learner factors, language teaching attitude and aptitude. ലാംഗ്വേജ് ടീച്ചിങ് ആറ്റിറ്റ്യൂഡ്, ഇത്തരം കാര്യങ്ങളാണ് മൊഡ്യൂൾ 16 ഫോക്കസ് ചെയ്യാനുള്ളത്. ഇൻ മൊഡ്യൂൾ 17 വി ഹാവ് ടു ഫോക്കസ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് ക്ലാസ് റൂം പ്രൊസീജിയേഴ്സ്. ഇൻ മൊഡ്യൂൾ 18 വി ഹാവ് ടു ഫോക്കസ് ഓൺ ടീച്ചിങ് മെറ്റീരിയൽസ് ആൻഡ് ട്രഡീഷണൽ ന്യൂ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എറ്റ്സെട്ര. ഇൻ മൊഡ്യൂൾ 19 വി ഹാവ് ടു ഫോക്കസ് ഓൺ ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ എറ്റ്സെട്ര. ഇൻ മൊഡ്യൂൾ 20 വി ഹാവ് ടു ഫോക്കസ് ഓൺ ബൈലിംഗ്വലിസം, മൾട്ടിലിംഗ്വലിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 20 ആൻഡ് ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസം ആണ് അവസാനത്തെ യൂണിറ്റ്. അതിൽ പ്രധാനമായിട്ടും മൊഡ്യൂൾ 1 അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സിഡ്നി, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഫിഗേഴ്സ്. അവരുടെ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ്, ട്രാജഡി, കഥാർസിസ്, ലോഞ്ചൈനസിൻ്റെ കൺസെപ്റ്റായ സബ്ലൈം, അതേപോലെ ജോൺസന്റെ പ്രൊഫിസ് ടു ഷേക്സ്പിയർ, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇൻ മൊഡ്യൂൾ 2 റൊമാൻറ്റിക് തിയറിയാണ് പഠിക്കാനുള്ളത്. അതിൽ പ്രധാനമായിട്ടും കോളറിഡ്ജിൻ്റെ ഐഡിയാസും അതേപോലെ വേർഡ്സ്വർത്തിൻ്റെ പ്രൊഫിസ് ടു ലിറിക്കൽ ബലാഡ്സും ആണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ മൊഡ്യൂൾ 3 വിക്ടോറിയൻ ലിറ്റററി ക്രിറ്റിസമാണ്. മാത്യു അർണോൾഡിൻ്റെ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം, അതേപോലെ എലിയട്ടിൻ്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻ്റ് എന്ന എസ്സേ പഠിക്കാനുണ്ട്. എലിയട്ടിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. അതേപോലെ ലിവിസിൻ്റെ പ്രാക്ടിക്കൽ ക്രിറ്റിസം. ഇത്രയുമാണ് മൊഡ്യൂൾ 3 പഠിക്കാനുള്ളത്. In module 4, we have to focus on William Emerson and his idea of ambiguity, and Cleon Brooks, the language of paradox, and I.A. Richards' new criticism, and Northrop Frye's archetypes. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 4 ഉള്ളത്. In module 5, we have to focus on liberal humanism and theoretical turn,
ടെക്സ്റ്റ്, ഐഡൻറ്റിറ്റി, ലാംഗ്വേജ്, റഷ്യൻ ഫോർമലിസം ഇത്രയുമാണ് മൊഡ്യൂൾ 5 ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻ മൊഡ്യൂൾ 6 വി ഹാവ് ടു കംപ്ലീറ്റ്ലി come into theory which is Marxist criticism, ആൻഡ് മാർക്സിസ്റ്റ് ക്രിറ്റിസത്തിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളായ ബേസ് സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ, അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മാർക്സിയൻ തിങ്കറായ അൽത്തൂസർ, നിയോ മാർക്സിയൻ തിങ്കറായിട്ടുള്ള അന്റോണിയോ ഗ്രാംഷി, ഇവരൊക്കെയാണ് മൊഡ്യൂൾ 6 കവർ ചെയ്യാനുള്ളത്. ഇൻ മൊഡ്യൂൾ 7 we have to cover on structuralism and Saussures ideas on structuralism and Levi-Strauss ideas of structuralism. In module 18 we have to focus on psychoanalysis, ഫ്രോയിഡിൻ്റെ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ, അതേപോലെ ഇതിൽ വരുന്ന സെക്ഷുവാലിറ്റി, അൺകോൺഷ്യസ്, ഈ കൺസെപ്റ്റുകളൊക്കെയാണ് മൊഡ്യൂൾ 8 ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻ മൊഡ്യൂൾ 9 we have to focus on modernism, എസ്പെഷ്യലി ഹേബർമാസിൻ്റെ ഐഡിയ ഓഫ് മോഡേണിസം, അതേപോലെ മോഡേണിറ്റി, പോസ്റ്റ് മോഡേണിറ്റി, ഈ കൺസെപ്റ്റുകളൊക്കെയാണ് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻ മൊഡ്യൂൾ 10 വി ഹാവ് ടു ഫോക്കസ് ഓൺ പോസ്റ്റ് സ്ട്രക്ചറലിസം. അതിൽ പ്രധാനപ്പെട്ട ഒരു എസ്സേ ആണ് ദി ഡെത്ത് ഓഫ് ദി ഓതർ, റൊളാൻ ബാർത്തിൻ്റെ എസ്സേ ആണ്. അതേപോലെ ദെറിദയുടെ ഡീകൺസ്ട്രക്ഷൻ ഐഡിയ പഠിക്കേണ്ടതുണ്ട്. ദെറിദയുടെ തന്നെ സ്ട്രക്ചർ, സൈൻ, പ്ലേ, ഇതെല്ലാം ഈ മൊഡ്യൂൾ 10 വരുന്നത്. ഇൻ മൊഡ്യൂൾ 11 ഫെമിനിസമാണ്. ഫെമിനിസത്തിൻ്റെ ഡിഫറെൻറ്റ് വേവ്സ് ഓഫ് ഫെമിനിസം ഉണ്ട്. ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ഇതെല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇൻ മൊഡ്യൂൾ 12 ജെൻഡർ തിയറിയാണ്. ഇൻ മൊഡ്യൂൾ 13 പോസ്റ്റ് കൊളോണിയൽ തിയറിയാണ് പഠിക്കാനുള്ളത്. അതിലെ ഹോമി ബാബയുടെ കൺസെപ്റ്റായ ഹൈബ്രിഡിറ്റി, മിമിക്രി, അതേപോലെ എഡ്വേർഡ് സെയ്ദിൻ്റെ കൺസെപ്റ്റ്, ബിൽ ആഷ്ക്രോഫ്റ്റിൻ്റെ വർക്ക് എംപയർ റൈറ്റിംഗ് ബാക്ക്, ഇത് പഠിക്കാനുണ്ട്. അതേപോലെ ഗായത്രി സ്പിവാക്കിൻ്റെ സബോൾട്ടേണിറ്റി എന്ന കൺസെപ്റ്റ് പഠിക്കാനുണ്ടാവും. ഇൻ മൊഡ്യൂൾ 14 വി ഹാവ് ടു ഫോക്കസ് ഓൺ കൾച്ചറൽ മെറ്റീരിയലിസം ആൻഡ് ന്യൂ ഹിസ്റ്റോറിസം, ജൊനാഥൻ ഡെള്ളിമോറിൻ്റെ പൊളിറ്റിക്കൽ ഷേക്സ്പിയർ എന്നുള്ള വർക്ക്, അതേപോലെ ഫൂക്കോയുടെ പവർ ആൻഡ് സ്ട്രക്ചർ എന്നുള്ള വർക്കും ഫോക്കസ് ചെയ്യണം. ഇൻ മൊഡ്യൂൾ 15 വി ഹാവ് ടു ഫോക്കസ് ഓൺ ദളിത് ഈസ്തെറ്റിക്സ് ആൻഡ് ഇതിൽ നാംദിയോ ദസാൽ, ലിംബാളെ പോലെയുള്ള പ്രധാനപ്പെട്ട ദളിത് റൈറ്റേഴ്സിനെ, അതേപോലെ അംബേദ്കറിൻ്റെ വർക്കുകൾ, ഇതെല്ലാം മൊഡ്യൂൾ 15 ഫോക്കസ് ചെയ്യണം. ഇൻ മൊഡ്യൂൾ 16 വി ഹാവ് ടു ഫോക്കസ് ഓൺ തിയറീസ് ഓഫ് ട്രാൻസ്ലേഷൻ, സോഴ്സ് ടെക്സ്റ്റ് എന്താണ്, ടാർഗറ്റ് ടെക്സ്റ്റ് എന്താണ്, ഇതൊക്കെയാണ് മൊഡ്യൂൾ 16 ഫോക്കസ് ചെയ്യാനുള്ളത്. ഇൻ മൊഡ്യൂൾ 17 വി ഹാവ് ടു ഫോക്കസ് ഓൺ കൾച്ചറൽ സ്റ്റഡീസ്, കൾച്ചർ എന്താണ്, ഐഡിയോളജി എന്താണ്, ഹെജിമണി, അതേപോലെ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് മാർക്സിസം, ഇതൊക്കെയാണ് മൊഡ്യൂൾ 17 ഫോക്കസ് ചെയ്യാനുള്ളത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഫിഗറാണ് റൈമണ്ട് വില്യംസ്. റൈമണ്ട് വില്യംസിൻ്റെ കൾച്ചർ ഈസ് ഓർഡിനറി എന്ന വർക്ക് ഫോക്കസ് ചെയ്യണം. റൈമണ്ട് വില്യംസിൻ്റെ കൾച്ചറൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഒരുപാട് ടേംസുകളുണ്ട് ഇതിൽ പഠിക്കാൻ. ഇൻ മൊഡ്യൂൾ 18 വി ഹാവ് ടു ഫോക്കസ് ഓൺ എൻവയൺമെൻറ്റൽ സ്റ്റഡീസ്, and in module 19 we have to focus on Indian aesthetics, and module 20 we have to focus on Alamgara, Anumana, Riddhi, these kinds of Indian knowledge system. So ഇത്രയാണ് നമ്മുടെ കേരള സെറ്റ് സിലബസ് ഉള്ളത്. വളരെ വലിയൊരു സിലബസാണ് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കവർ ചെയ്യാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 യൂണിറ്റുകളായി 120 മൊഡ്യൂൾസ് നമുക്ക് സെറ്റ് സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കഴിയുന്നതും വേഗം പഠിച്ചു തുടങ്ങുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.